ഹായ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട ബുർജിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ദോശ, ചപ്പാത്തി, അതുപോലെ തന്നെ ബ്രെഡ്, അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കാര്യം കൂടിയും ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, മനസ്സിലായില്ലേ? ഈ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം എന്ത് ചെയ്യണം, ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. സാധാരണ പച്ച വെളിച്ചെണ്ണ കേട്ടോ. ഇപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗോൾഡ് വിന്നറോ അങ്ങനത്തെ ഓയിലൊക്കെ ഇല്ലേ, അതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു സവോള ഇതുപോലെ കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2-3 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ഫ്രൈ ആവണ്ട, ഇതേ ഒരു പാകം കാണാണ്ട. ഇതാ ഈ ഒരു ഒന്ന് വഴന്ന് കിട്ടണ ഒരു പാകം കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പും അതുപോലെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാറായി. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഉപ്പിൻ്റെ അളവ് ഞാൻ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കും. പിന്നെ അതാ കുറച്ച് മുളക് പൊടി, അതായത് 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതങ്ങനെ മൊരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട കേട്ടോ, മൊരിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. അധികം അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടൊക്കെ ആയിട്ട് കരിഞ്ഞു പോവും, അത് ശ്രദ്ധിക്കുക. ഇനി ഞാനിപ്പോൾ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1, 2, 3, 4, 5 മുട്ടകൾ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് നേരം അങ്ങോട്ട് കഴിയട്ടെ. അതിന് ശേഷം ഇളക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സുഖമായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക, ഉണ്ണിയൊക്കെ ഒന്ന് കലക്കി കൊടുക്കുക കേട്ടോ. അത്രേ വേണ്ടു, ഇതുപോലെ അങ്ങോട്ട് കലക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം അവിടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ ഇളക്കുക വെച്ചെങ്കിൽ നന്നായിട്ട് ഇളകി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചട്ടിയായ കാരണേ ചൂട് കയറും, അതുകൊണ്ട് പെട്ടെന്ന് കരിയും. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വെക്കും. അതിന് ശേഷം ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ സുഖമായിട്ട് നമുക്ക് കിടുകിടാന്ന് കൊത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇപ്പോൾ കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇതാണ് ഞാൻ അടുത്തൊരു സംഭവം ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പിടി തേങ്ങ, ഒരു 1/4 മുറിയൊക്കെ, ഒരു വലിയ സൈസ് തേങ്ങയാണെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ മതി കേട്ടോ. 1/4 മുറി തേങ്ങ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അധികം ആക്കണ്ട. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ അടിപൊളി മുട്ട ബുർജി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമാവും, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോശയ്ക്കും നല്ലതാണ്, ചപ്പാത്തിയുടെ ഉള്ളിൽ റോൾ ചെയ്ത് കഴിക്കാൻ നല്ലതാണ്, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ. പിന്നെ എന്താ പറയുക, നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, താങ്ക് യു.